അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളൊരു ഡ്രസ്സ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഈ ഡ്രസ്സിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷോൾ ഞാൻ ഏതാണ് സെലക്ട് ചെയ്യാന്ന് ആ ഒരു കളർ ഗ്രേഡിങ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു സംഭവമാണ് എപ്പോഴും. സോ അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. സോ സിമ്പിളായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കളേഴ്സ് തമ്മിൽ മാച്ച് ചെയ്യുക, നിങ്ങളിടുന്ന ഡ്രസ്സിന് ഹിജാബിൻ്റെ കളറ് എങ്ങനെയാണ് മാച്ച് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചില ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ചില ഹിജാബ്സ് ഇട്ടാൽ അത് ആ ഡ്രസ്സിൻ്റെ ഭംഗി കൂടി കളയുന്ന ഹിജാബുകളുണ്ട്, അല്ലെങ്കിൽ കളയുന്ന കളേഴ്സ് ഉണ്ട്. ചില കളേഴ്സ് തീരെ തമ്മിൽ ചേരാത്ത, മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റാത്ത കളേഴ്സ് ഉണ്ട്. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് കളേഴ്സ് ഏതൊക്കെ കളേഴ്സിൻ്റെ കൂടെ കോമൺ ആയിട്ട് ചേർക്കാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോൻ്റെ സെൻറ്ററിൽ ഞാനിതിൻ്റെ ഒരു ടിപ്പ് പറയുന്നുണ്ട്. ആ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ ഏത് ഡ്രസ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിലേക്ക് പെട്ടെന്ന് തന്നെ കൂടുതൽ മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ് എടുക്കാനും നിങ്ങൾക്ക് പറ്റും. അതിന് സിമ്പിളായിട്ട് ഞാനിവിടെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഈ ഒരു ഫ്ലോ ചാർട്ടിൽ മെയിനായിട്ട് നമ്മളുടെ കളേഴ്സിനെ ഞാൻ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡാർക്ക് കളേഴ്സും ഒന്ന് ലൈറ്റ് കളേഴ്സും. ഇനി ഈ രണ്ട് കളേഴ്സിനെയും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കിയാൽ സംഭവം സിമ്പിളാണ് കേട്ടോ. ഒരു ഡാർക്ക് കളർ നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നിങ്ങൾ അതിലേക്ക് ആ സെയിം കളർ ഹിജാബ് ഇട്ട് വെക്കുക. ഡാർക്ക് കളർ ഹിജാബ് തന്നെ ആ സെയിം കളർ എടുക്കുക. ഗ്രീന് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഹിജാബ് എടുക്കുക. അത് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഡാർക്ക് കളേഴ്സ് തന്നെ സെലക്ട് ചെയ്യുക. ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാതെ ഡാർക്ക് കളേഴ്സ് തന്നെ സെലക്ട് ചെയ്യുക, വേറെ ഏതെങ്കിലുമൊക്കെ. അതും ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കളറിൻ്റെ തന്നെ ലൈറ്റ് കളർ, ഇപ്പോൾ നിങ്ങൾ ഗ്രീനാണ് എടുത്തതെങ്കിൽ ആ ഗ്രീനിൻ്റെ ലൈറ്റ് ഗ്രീന് എടുക്കുക. ഈ 3 പോസിബിലിറ്റിയാണ് ഡാർക്ക് കളറിനുള്ളത്. ഇതുപോലെ തന്നെയാണ് ലൈറ്റ് കളേഴ്സിനും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പിങ്ക് കളറാണ് എടുത്തതെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ആ പിങ്കിന് പിങ്ക് കളർ ഹിജാബ് തന്നെ എടുക്കുക, സെയിം കളർ ഹിജാബ് എടുക്കുക. അത് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വേറെ ലൈറ്റ് കളേഴ്സ് എടുക്കുക. വേറെ ഡാർക്ക് കളേഴ്സ് എടുക്കരുത്, വേറെ ലൈറ്റ് കളേഴ്സാണ് ലൈറ്റിലേക്ക് മാച്ച് ആവുക. വേറെ ലൈറ്റ് കളേഴ്സ് നോക്കുക. ഈ ലൈറ്റ് കളേഴ്സും വേറെ ഏതും ചേരുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആ കളറിൻ്റെ ഡാർക്ക് കളർ എടുക്കുക. അതായത് പിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു റോസ് കളറായിരിക്കും അതിൻ്റെ ഡാർക്ക് കളർ, അത് നോക്കുക. അങ്ങനെയാണ് 3 ഓപ്ഷന്. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഞാൻ പിക്ചർ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ആദ്യം നമ്മളൊരു ലൈറ്റ് കളർ സെലക്ട് ചെയ്യുക. അതിലെ ഒന്നാമത്തെ ഓപ്ഷൻ ആ എടുത്തിട്ടുള്ള ലൈറ്റ് കളറിൻ്റെ ഡാർക്ക് കളർ ഹിജാബ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ക്രീം കളറാണ് എടുത്തിട്ടുള്ളത്, അതിലേക്കൊരു ഡാർക്ക് ക്രീം കളറാണ് ഇയാൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏത് കളറാണ്, ലൈറ്റ് കളറിൽ ഏത് കളറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കറക്റ്റ് അതിനോട് നേരെ ചായവുള്ള ഡാർക്ക് കളേഴ്സ് സെലക്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ലൈറ്റ് കളേഴ്സിനെയും ഡാർക്ക് കളേഴ്സിനെയും കോമൺ ആയിട്ട് നമ്മൾ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്, ലൈറ്റ് കളേഴ്സിൽ ഒരു ഓപ്ഷന്. ഈ നമ്മൾ ഇത് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത് സെയിം കളർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലൈറ്റ് പിങ്ക് ഡ്രസ്സാണെങ്കിൽ പിങ്ക് കളർ ഹിജാബ് തന്നെ യൂസ് ചെയ്യുക. ലൈറ്റ് ബ്ലൂ ഡ്രസ്സാണെങ്കിൽ ബ്ലൂ കളർ ഹിജാബ് തന്നെ യൂസ് ചെയ്യുക. സോ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ലൈറ്റ് കളറിൻ്റെ ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട ഡ്രസ്സിൻ്റെ അതേ സെയിം കളർ തന്നെ ചൂസ് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ആ ലൈറ്റ് കളേഴ്സിൻ്റെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ലൈറ്റ് കളേഴ്സ് തമ്മിൽ മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡാർക്ക് കളർ മാച്ച് ചെയ്യാതിരിക്കുക. അതാണ് ഉദ്ദേശിച്ചത്. ലൈറ്റ് കളേഴ്സിലേക്ക് വേറെ ലൈറ്റ് കളേഴ്സ് തന്നെയാണ് മാച്ച് ആവുക, വേറെ ഡാർക്ക് കളർ യൂസ് ചെയ്യരുത്. കൂടുതലായിട്ട് മങ്ങിയ കളേഴ്സ്, പെയിൽ കളേഴ്സ് ആണ് ഇതിൽ മാച്ച് ആവുക, മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുക.
സോ ഇത് കണ്ടവരൊക്കെ ലൈറ്റ് കളേഴ്സിലേക്ക് വേറെ ലൈറ്റ് കളേഴ്സ് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ് നിങ്ങൾ കാണുന്നത്. സോ ലൈറ്റ് കളേഴ്സിലേക്ക് അല്ലെങ്കിൽ ലൈറ്റ് കളർ തന്നെ മാച്ച് ചെയ്യുക, ഡാർക്ക് കളേഴ്സിലേക്ക് ഡാർക്ക് കളർ മാച്ച് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. സോ നമ്മളൊരു ലൈറ്റ് കളർ ഡ്രസ്സാണ് എടുക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ സെയിം കളർ മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് കളേഴ്സ് തന്നെ മാച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ എടുത്ത ലൈറ്റ് കളറിൻ്റെ ഡാർക്ക് കളർ മാച്ച് ചെയ്യുക. ഇനി നമ്മൾ ഡാർക്ക് കളേഴ്സിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഡാർക്ക് കളേഴ്സ് സെലക്ട് ചെയ്തു. ഡാർക്ക് കളറിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാർക്ക് വെച്ചിട്ട് തന്നെ പെയർ ചെയ്യാം. നിങ്ങൾ ഡ്രസ്സ് ഒരു ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ ഹിജാബ്സും വേറെ ഡാർക്ക് കളേഴ്സ് വെച്ചിട്ട് തന്നെ പെയർ ചെയ്യുക. അതായത് ലൈറ്റ് കളേഴ്സ് വെച്ച് പെയർ ചെയ്യരുത്, ഭംഗി ഉണ്ടാവില്ല. ഡാർക്ക് കളർ ഡ്രസ്സിന് ഡാർക്ക് കളറാണ്, വേറെ ഡാർക്ക് കളറാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ നേരത്തെ ലൈറ്റ് കളറിനെ ഡിവൈഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഡാർക്ക് കളറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡാർക്ക് കളർ ആണെങ്കിൽ ഡാർക്ക് കളർ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ വേറെ ഡാർക്ക് കളർ വെച്ചിട്ട് പെയർ ചെയ്യുക. ഇനി ഡാർക്ക് കളറിന് ബാക്കിയുള്ള ഡാർക്ക് കളറൊന്നും ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം കളർ ഇട്ട ഡ്രസ്സിൻ്റെ തന്നെ സെയിം കളർ ഹിജാബ് എടുക്കുക. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഹിജാബ് എടുക്കുക, ബ്ലാക്ക് ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹിജാബ് എടുക്കുക. നമ്മൾ ലൈറ്റിൽ ചെയ്ത അതേപോലെ തന്നെ ആദ്യം ലൈറ്റിൽ നമ്മൾ വേറെ ലൈറ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സെയിം ലൈറ്റ് കൊടുക്കുക. അതുപോലെ ഡാർക്കിലും ആദ്യം വേറെ ഡാർക്ക് കളർ മാച്ച് ചെയ്ത് നോക്കുക. അത് പറ്റുന്നില്ല എങ്കിൽ സെയിം ഡാർക്ക് കളർ തന്നെ മാച്ച് ചെയ്യാം. ഇനി ആ ഡാർക്ക് കളറിലേക്ക് നിങ്ങൾക്ക് സെയിം കളറും വേറെ ഡാർക്ക് കളറൊന്നും ചേരുന്നില്ല എങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് എടുത്ത ഡാർക്ക് കളറിൻ്റെ ലൈറ്റ് കളർ ഹിജാബ് എടുക്കുക. നമ്മൾ ഒരു ലൈറ്റ് കളറാണ് എടുത്തതെങ്കിൽ ആ ലൈറ്റ് കളർ ഡ്രസ്സിൻ്റെ ഡാർക്ക് കളർ ഹിജാബ് ഇട്ട പോലെ ഡാർക്ക് കളർ ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ ആ ഡാർക്ക് കളറിൻ്റെ ലൈറ്റ് കളർ അതിലോട് വെള്ള മിക്സ് ചെയ്ത് വൈറ്റ് മിക്സ് ചെയ്ത് അതിൻ്റെ ലൈറ്റ് കളർ അതേ ടോണ്, രണ്ടിൻ്റെയും ടോണ് ശരിയായിരിക്കും. ഇപ്പോൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഹിജാബും ഡ്രസ്സും കോമൺ ആയിട്ട് ഗ്രീൻ ആയിരിക്കണം. പക്ഷേ ഡ്രസ്സ് ഡാർക്ക് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഹിജാബ് ലൈറ്റ് ഗ്രീൻ കൊടുക്കുക. ഇനി ഡ്രസ്സ് ലൈറ്റ് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഹിജാബ് ഡാർക്ക് കൊടുക്കുക. എന്നാൽ കോമൺ ആയിട്ട് നോക്കുമ്പോൾ കളർ ഏകദേശം ഗ്രീൻ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രീനിൽ ഒരു വൈറ്റ് ചേർന്ന കളറായിരിക്കണം. മാക്സിമം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കളേഴ്സും ഹിജാബ്സും മാച്ച് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇനി ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ ഫ്ലോ ചാർട്ട് വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്നുമില്ല, സംഭവം ഭയങ്കര സിമ്പിളാണ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.